സുഹൃത്തെ, നമുക്ക് ഇന്ന് നോക്കാം. ഒരു ചെറിയൊരു റീഡിങ്ങാണ് നോക്കുന്നത്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ ഇടയിലുള്ള എനർജി, പിന്നെ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു കാർഡാണ്. അല്ലെങ്കിൽ എൻ്റെ ഔട്ട്കം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുവാണ്. നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കുവാണ്. നിങ്ങളുടെ എനർജി ഡെത്താണ്. കണ്ടറിയാം. ഇതൊരു മേജർ ആർക്കന കാർഡാണ്. ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ദുഃഖം, ദുരിതം, വേദന ഇവയിൽ നിന്നെല്ലാം ഒരു മോചനമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം ആ പിക്ചർ കണ്ടറിയാം. ധാരാളം ഒരാൾ താഴത്ത് മരിച്ചു കിടപ്പുണ്ട്, വേറൊരു സ്ത്രീ ഒരു കുട്ടിയും കൂടി ദയ കാക്ഷിക്കുന്നു, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു. പിന്നെ അവിടെ അതിനിപ്പുറത്ത് ഒരു നല്ലൊരു യൂണിവേഴ്സ് സപ്പോർട്ടുള്ള വ്യക്തി ഇപ്പുണ്ട്. എന്തുകൊണ്ടും ഈ പിക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിന് സപ്പോർട്ടുണ്ട്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ എല്ലാം തന്നെ തീർന്നിരിക്കുന്നു. അവയൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനിച്ചു എന്ന് തന്നെ പറയാം. അതായിട്ടാണ് പറഞ്ഞത്. അത് മേജറാക്കുന്ന കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ വൈകാരികമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രണയത്തിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ പുറകിൽ കാണുന്ന കടലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സാണ്, വൈകാരികമായ മനസ്സാണ് കാണുന്നത്. ആ കപ്പിൽ കാണുന്ന ആ മീനിനോട് അദ്ദേഹം സംസാരിക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സ്നേഹം, പ്രണയം സംസാരിക്കുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും താങ്കളുടെ പേഴ്സൺ താങ്കളോട് വളരെയധികം പ്രണയത്തിൽ നിൽക്കുന്ന, വളരെ സ്നേഹത്തോടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ എനർജി, ഇടയിലുള്ള എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ ഇടയിലുള്ള എനർജി 6 ഓഫ് സോഡാണ്. 6 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ പ്രക്ഷുബ്ധമായ ഒരു സ്ഥലത്ത് നിന്നും ശാന്തമായ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് പോകുന്നൊരു ഫാമിലിയെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണുമായിരിക്കും ഇപ്പോഴുള്ള ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നിന്നും ശാന്തമായ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് പോകണമെന്ന് നിങ്ങൾ ഇരു കൂട്ടരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഇടയിൽ കാണുന്ന എനർജി. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യൂണിവേഴ്സ് അതിനെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ യൂണിവേഴ്സിന് നിങ്ങളോട് എന്താണ് പറയുന്നത് നോക്കട്ടെ. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നതും ഒരു മാനിഫെസ്റ്റേഷനാണ്. 4 ഓഫ് വൺസ് ആണ്. 4 ഓഫ് വൺസ് ചെറിയൊരു മാനിഫെസ്റ്റേഷനാണ്, ഒരു ചെറിയ വിജയമാണ്. ഒരു ഫാമിലി, ഒരു നല്ലൊരു ചെറിയൊരു ഫാമിലി ലൈഫാണ് കാണുന്നത്. പുറകിൽ കാണുന്ന വീട്, അവർ കല്യാണം കഴിഞ്ഞത് ഒരു ഭാര്യയും ഭർത്താവായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു മാനിഫെസ്റ്റേഷനാണ്, ചെറിയൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. നല്ലൊരു ലൈഫ് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു ലൈഫ്, നല്ലൊരു ലൈഫ് കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഇത് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതാണ്. ഇത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളത് മാനിഫെസ്റ്റ് എടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് മാനിഫെസ്റ്റ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നോക്കട്ടെ. അതിൻ്റെ ഔട്ട്കം കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് വെച്ചാൽ കണ്ടറിയാമല്ലോ, സമ്പത്തിൻ്റെ അങ്ങേയറ്റത്തിലൊരു അവസ്ഥയിലിരിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത്. കിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം സമ്പാദിച്ച് ആവശ്യത്തിന് ധനമായിട്ടിരുന്ന നല്ലൊരു ലൈഫ് നയിച്ചു പോകുന്ന വ്യക്തിയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലൈഫാണ് യൂണിവേഴ്സ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നുള്ളത് എത്രയും പെട്ടെന്ന് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇത്രയും കാലം കാത്തിരുന്ന ആ കാത്തിരിപ്പ് എല്ലാം മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഇടയിലേക്ക് എത്രയും പെട്ടെന്ന് വരട്ടെ. നിങ്ങൾക്ക് നല്ല ഒരു ലൈഫ് കിട്ടട്ടെ. യൂണിവേഴ്സിന് സപ്പോർട്ട് ഉണ്ടാകട്ടെ. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പോയാലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയും വിശ്വാസവും നഷ്ടപ്പെടാതിരിക്കുക. നമ്മൾ എത്ര നല്ലൊരു ലൈഫാണ്. ചില ആൾക്കാർ ഇത് കഷ്ടപ്പാട് ദുരിതമൊക്കെ പെട്ടെന്ന് മറന്നിട്ട് വേറൊരു തരത്തിലേക്ക് പോകും. ചിലപ്പോൾ ഒന്ന് കിട്ടാൻ ദുഃഖിച്ച് നടക്കുമ്പോൾ വളരെയധികം പ്രാർത്ഥിച്ച് കരഞ്ഞൊക്കെ നടക്കും. കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരങ്ങ് ആൾ മാറിപ്പോകും. അങ്ങനെ ചെയ്യരുത്. പ്രാർത്ഥനയിൽ തന്നെ എപ്പോഴും ഇരിക്കുക. എപ്പോഴും ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഡിവൈനിനോട് എന്തിനും നന്ദി പറയുക, ഏതിനും നന്ദി പറയുക. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ പോലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളം രാവിലെ എടുത്ത് കുടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആ വെള്ളത്തിലേക്ക് ഓം എന്ന പ്രണവമന്ത്രം ചൊല്ലിക്കൊണ്ട്, അതല്ലെങ്കിൽ വെള്ളം നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല നല്ല വാക്കുകൾ പറഞ്ഞിട്ട് ആ വെള്ളം ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് കുടിക്കണം. ഫസ്റ്റ് ലൈൻ അത് ചെയ്യുക. വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തലേദിവസം തന്നെ നിങ്ങൾക്കൊരു ടംബ്ലറിനകത്ത്, അത് ഗ്ലാസ് വേണം, അതായത് കുപ്പി ഗ്ലാസ്സുള്ള വെള്ളമായിരിക്കണം. നല്ല വെള്ളം എടുത്ത് വെച്ചിട്ട്, ചൂടുണ്ടാകരുത്, തണുപ്പായിരിക്കണം. ആ വെള്ളത്തിലേക്ക് നല്ല നല്ല വാക്കുകൾ നിങ്ങൾക്ക് അഫർമേഷൻ കൊടുത്തിട്ട് അത് അവിടെ മൂടി വെക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആ വെള്ളം വീണ്ടും അഫർമേഷൻ പറഞ്ഞ് ആ വെള്ളം കുടിക്കുക. കുടിക്കുമ്പോൾ ഒരു വായ് വെള്ളം എടുക്കുമ്പോൾ, ഒരു കവിൾ വെള്ളം എടുക്കുമ്പോൾ ആ ഒരു കവിൾ വെള്ളം 7 പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ്. അതായത് 7 ചക്രാസിലേക്ക് കൊടുക്കുക. അങ്ങനെ ഇരുന്നുകൊണ്ട് കുടിക്കുക.
കുടിക്കുമ്പോൾ നിങ്ങൾ ഓരോ അഫർമേഷൻസ് പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ്. നിങ്ങളും ശ്രമിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു. ഇത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നതല്ല, ഒരു മാസം കൊണ്ടൊന്നും ശരിയാകത്തില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് ന്യൂറോപ്പാത്ത് ക്ലിയർ ആവുന്നതും നമ്മളിലേക്ക് അത് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.